യൂദിത്ത് 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കൂടാരത്തിലിരുന്നവർ അത് കേട്ടു. നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ച് വിറച്ച് ആരെയും കാത്തു നിൽക്കാതെ ഒരൊറ്റ കുതിപ്പിന് മലമുകളിലും സമതലത്തിലുമുള്ള എല്ലാ പാതകളുടെയും ഇറങ്ങി ഓടി. ബത്തൂലിയായ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു. ഉസിയ ആകട്ടെ ബെഥോമസ്തായും ബേഭായി, കോഭ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്നറിയുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിൻ്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കോഭ വരെ പിന്തുടരുകയും ചെയ്തു. ജെറുസലേമിലും മലപ്രദേശത്തുമുണ്ടായിരുന്നവരും വന്നു ചേർന്നു. ശത്രുപാളയത്തിലുണ്ടായ സംഭവം ആരെയും അറിയിച്ചിരുന്നു. ഗിലെയാദിലും ഗലീലയായിലും വസിച്ചിരുന്നവർ ദമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി. ശേഷിച്ച ബത്തൂലിയാക്കാർ അസരിയാക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി. സംഹാരം കഴിഞ്ഞ ഇസ്രായേൽക്കാർ മടങ്ങി വന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി. സമതലത്തിലും മലപ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ള മുതൽ ചെന്നെത്തി. അത് അത്രയധികം ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കീമും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു. അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹശീസുകൾ വർഷിച്ചു. ജെറുസലേമിൻ്റെ ഉന്നതിയും ഇസ്രായേലിൻ്റെ മഹിമയും ദേശത്തിൻ്റെ അഭിമാനവുമാണ് നീ. നീ ഒറ്റയ്ക്കിതെല്ലാം ചെയ്ത് ഇസ്രായേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു. ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ജനക്കൂട്ടം പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ജനം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോ ഫർണസിൻ്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂദത്തിന് നൽകി. അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരോടും കൂടെ അവളെ കാണാനെത്തി. അവർ അവൾക്ക് ആശിസരുളി. ചിലർ അവളുടെ മുമ്പിൽ നൃത്തം ചെയ്തു. അവളാകട്ടെ മരച്ചില്ലുകൾ എടുത്ത് തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി. അനന്തരം അവളും കൂടെ ഉണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. ആ മഹിളകളുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിൻ്റെ മുമ്പിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു. യൂദിത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രം ആലംബിച്ചു. ജനം ആ സ്തുതിഗീതം ഉച്ചത്തിലേറ്റുപാടി. യൂദിത്ത് 16-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യൂദിത്ത് പാടി, എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ. എൻ്റെ നാഥന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടരുന്നവരുടെ കൈകളിൽ നിന്ന് അവിടെ തന്നെ രക്ഷിച്ചു. ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു. വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസരിയക്കാരൻ ഇറങ്ങി വന്നു. എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു. അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു. അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി. എൻ്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകളെ കൊള്ള മുതലായി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു. എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു. യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത്. മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല. അതിഘായന്മാർ അവൻ്റെ മേൽ ചാടി വീണില്ല. എന്നാൽ മെറാറിയുടെ പുത്രി യൂദിത്ത് വദനലാവണ്യത്താൽ അവനെ കീഴടക്കി. മർദ്ദിതരായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തൻ്റെ വൈധവ്യമുഖം
മറച്ചുവെച്ചു. മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു. ശിരോദൂഷണം കൊണ്ട് കേശം ബന്ധിച്ചു. അവനെ വശീകരിക്കാൻ നേർത്ത മേലങ്കി ധരിച്ചു. അവളുടെ പാതകം അവൻ്റെ കണ്ണ് കവർന്നു. അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി. അവൾ ഗളത്തെ വിച്ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ട് വിറച്ചു. മേധിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി. പീഡിതരായ എൻ്റെ ജനം ആനന്ദത്താൽ ആർപ്പ് വിളിച്ചു. ബലഹീനർ അട്ടഹസിച്ചു. ശത്രുക്കൾ വിറച്ചു. ശബ്ദഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചു ഓടിച്ചു. ദാസിപുത്രന്മാർ അവരെ വിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ അവർ നശിച്ചു. ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും. കർത്താവെ, അങ്ങ് ഉന്നതനും മഹിമയാർന്നവനുമല്ലോ, അത്ഭുത പരാക്രമിയും അജയനുമല്ലോ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ. അങ്ങ് കൽപ്പിച്ചു, അവ ഉളവായി. അവിടുന്ന് ആത്മാവിനെ അയച്ചു, അതവയ്ക്ക് രൂപമേകി. അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ്. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുമ്പിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. സുരബല കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസാരം. ദഹനബലിക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം. എന്നാൽ കർത്താവിൻ്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും. എൻ്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ആ കഷ്ടം. വിധി ദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും. അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും. വേദനയാൽ അവർ നിത്യം വിലപിക്കും. ജെറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വഭിഷ്ട കാഴ്ചകളും മറ്റ് കാഴ്ചകളും അർപ്പിച്ചു. യൂദത്ത് ജനം തനിക്ക് നൽകിയ ഹോളോ ഫർണസിൻ്റെ പാത്രങ്ങൾ ദൈവത്തിന് അർപ്പിച്ചു. അവൻ്റെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ മുമ്പിൽ 3 മാസക്കാലം ഉത്സവ ആഘോഷങ്ങൾ നടത്തി. യൂദത്ത് അവരോടൊപ്പം വസിച്ചു. അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി. യൂദത്ത് ബഥൂലിയയിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയായി അവൾ അവിടെ തൻ്റെ ഭൂമിയിൽ വസിച്ചു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ഭർത്താവ് മനാസെ മരിച്ച പിതാക്കന്മാരോട് ചേർന്നത് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ്സ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി 105 വയസ്സുവരെ അവൾ ഭർതൃഗൃഹത്തിൽ വസിച്ചു. അവൾ തന്റെ ദാസിയെ സ്വതന്ത്രയാക്കി. യൂദത്ത് ബഥൂലിയയിൽ വെച്ച് മൃതിയടഞ്ഞു. ഭർത്താവായ മനാസയെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെ ഓർത്ത് 7 ദിവസം ദുഃഖം ആചരിച്ചു. അവൾ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭർത്താവായ മനാസയുടെ ഉറ്റ ബന്ധുക്കൾക്കും തൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു. യൂദത്തിൻ്റെ കാലത്തോ അവളുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തോക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല.